ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കോൺഷ്യസ്നെസ് അഥവാ ബോധം. എന്താണ് ബോധം, എന്താണ് ബോധത്തിലേക്ക് കടക്കുക എന്ന് പറയുന്ന ഒരു വിഷയമായിട്ടാണ്. നമുക്കറിയാം, നാം ബോധത്തിലായിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കും അല്ലേ. ആ ബോധാവസ്ഥ എന്നാണോ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ ബോധപൂർവം കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു പോകുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നാം ഇന്ന് അനുഭവിക്കുന്ന ജീവിതത്തിൽ ഇന്ന് നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം ആളുകളുമല്ല, അല്ലെങ്കിൽ ഒരു സ്ഥാപനമല്ല, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോ ആരും തന്നെയല്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നമ്മൾ തന്നെയാണ്. കാരണം നാം ഇതിനു മുൻപേ ചിന്തിച്ച് കൂട്ടിയ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചുവോ അതെല്ലാം അട്രാക്റ്റ് ചെയ്തെടുത്ത് ഇന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നാം അറിഞ്ഞോ അറിയാതെയാണ് ഇത് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു നെഗറ്റീവ് പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമകരമായ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളത് ഒരുപാട് ചിന്തിക്കും. അതിനെപ്പറ്റി ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കഴിയുമ്പോൾ അത് തന്നെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ജീവിതം, ഞാൻ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ലൈഫ് എന്തുമാത്രം കഷ്ടപ്പെടുന്നത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ. മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർക്കൊക്കെ എന്ത് സുഖമാണ് ലഭിക്കുന്നത്, എനിക്ക് എപ്പോഴും ഇങ്ങനെ വേദന. ഞാൻ ദൈവത്തെ പോലും നമ്മളിങ്ങനെ തള്ളി പറയുന്ന അവസരം നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല. നാം നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഇങ്ങനെ ആയല്ലോ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് വീണ്ടും അത് കൂടുതൽ ചിന്തിക്കുകയും അതൊരു തരം മാനിഫെസ്റ്റേഷനായ ലൈഫിൽ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എന്ത് ചെയ്യണം? ബോധപൂർവം, ഇവിടെയാണ് കോൺഷ്യസ്നെസ്സിൻ്റെ പ്രാധാന്യം. ബോധപൂർവം ആ ചിന്തകളെ കുറച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് സിറ്റുവേഷൻ വന്നു, നമുക്ക് ഭയങ്കര സങ്കടമുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് എതിരായിട്ടുള്ള റിവേഴ്സായിട്ടുള്ള സംഭവങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല അല്ലേ. നമ്മളെപ്പോഴും ആ ചിന്ത വീണ്ടും ആ ചിന്തിച്ച് നമ്മൾ കരയുകയോ ചെയ്യുക. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ബോധപൂർവം ഇനി നിങ്ങൾ അങ്ങനെയൊരു സ്റ്റെപ്പ് എടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ, അതായത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് പാസ്റ്റിൽ നമ്മൾ ചിന്തിച്ചതായ കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ, നമ്മൾ ബോധപൂർവം ഇനിയും ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് വീണ്ടും ഇതേ ഒരു ചിന്തയിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ബോധപൂർവം നമ്മൾ ആ ചിന്തകളെ മാറ്റി പോസിറ്റീവ് നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. സാധിക്കും. ഇതിനുള്ള ആദ്യ പടിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എന്തിനാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഉള്ളതിന് നമ്മൾ എപ്പോഴും ആ സിറ്റുവേഷന് പോലും നമ്മൾ നന്ദി പറയുകയാണ്, താങ്ക് യു എന്ന് പറയുകയാണ്. ആ വിഷമം പിടിച്ച സംഗതിക്ക് പോലും നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞാൽ അതിനെ പോസിറ്റീവായി കാണാൻ നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കുന്നുവോ. നിങ്ങളെ ഒരാൾ വിമർശിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യട്ടെ, അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് ആ രീതിയിൽ പോസിറ്റീവായിട്ട്, അത് നിങ്ങളുടെ മിടുക്കാണ്. ആ രീതിയിൽ നിങ്ങൾ പോസിറ്റീവായി എടുത്ത് ലൈഫിലേക്ക് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതാണ് പിന്നെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജീവിതം നമ്മുടെ കൈകളിൽ തന്നെയാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുമാറി അത് പോകുമ്പോഴാണ് നമുക്ക് അവിടെ പാളിച്ച വരുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് അട്രാക്ഷൻ നടക്കുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നിരന്തരം ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ മനസ്സാണെങ്കിൽ ഏതു നേരവും അതിനെപ്പറ്റി വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നിന്നൊക്കെ നമ്മൾ രക്ഷ നേടി കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് പോസിറ്റീവായ കാര്യങ്ങളിലേക്കായിരിക്കണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ നാം ആഗ്രഹിച്ച ലെവലിലേക്ക് നമുക്ക് എത്താൻ തീർച്ചയായും സാധിക്കും. സാഹചര്യം നമുക്ക് ഒരുങ്ങുക തന്നെ ചെയ്യും. അതിനുള്ള അഫർമേഷൻ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക, പ്രോപ്പറായി വിഷ്വലൈസേഷൻ ചെയ്യുക. ജീവിതത്തിൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നാം ആഗ്രഹിക്കുന്ന ലെവലിൽ നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ലൈഫ്, ഹാപ്പി മിറാക്കിൾ. താങ്ക് യു.